ടോബി, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് മഴ വിവരങ്ങൾ ജില്ലയിൽ? ടോബി. ഉന്മേഷ്, ഇന്ന് രാവിലെ 4 മണിയോടുകൂടിയാണ് ഒരു മഴ മുന്നറിയിപ്പ് വന്നത്. അതായത് 3 മണിക്കൂർ നേരം അതിശക്തമായിട്ടുള്ള മഴ ജില്ലയിൽ ഉണ്ടാകുമെന്നുള്ളൊരു അറിയിപ്പ് വന്നത്. ആ അറിയിപ്പ് ശരിവെക്കുന്ന രീതിയിലുള്ള മഴയാണ്, അല്ലെങ്കിൽ ആ പ്രവചനം ശരിവെക്കുന്ന രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ കോട്ടയം ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുമെങ്കിൽ നമുക്ക് പറയാം. ശക്തമായ മഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആശങ്കപ്പെടുത്തുന്നത് ഈ മഴയല്ല, പക്ഷെ അതിനപ്പുറത്തേക്ക് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. 25-ാം തീയതി പെയ്ത മഴയിൽ അതിശക്തമായിട്ടുള്ള വെള്ളം മീനച്ചിലാറ്റിൽ ഉയരുകയും അത് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു. അത് വേമ്പനാട്ടുകായലിലേക്ക് ആ വെള്ളം ഒഴുകിപ്പോയില്ല. ഇതേ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് വെള്ളക്കെട്ടിലായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പെയ്യുന്ന മഴ. ഈ മഴയെ പെയ്ത് ഉണ്ടാകുന്ന വെള്ളവും മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയർന്നു വരുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഈ വെള്ളക്കെട്ട് വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനോടകം തന്നെ 30ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ തുടരുകയാണെങ്കിൽ ഇനിയും ക്യാമ്പുകളുടെ എണ്ണം വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനുള്ള ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിലെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ചും കിഴക്കൻ മേഖലയിലൊക്കെ ജാഗ്രത തുടരണമെന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് പോയിട്ടുള്ളത്. എന്തായാലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നത് വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. ജലനിരപ്പ് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ ഉയർന്നു വരുന്നതാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് മരം വീണ് നാശനഷ്ടം ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇപ്പോൾ വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ജില്ലയിൽ കാണാൻ സാധിക്കുന്നത്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി അരുൺ പൂപ്പറമ്പയിലേക്കാണ്, കണ്ണൂരിൽ നിന്നാണ് അരുൺ ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, കണ്ണൂരിൽ ഇന്നലെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്നത് ഉൾപ്പെടെ മഴയുമായി ബന്ധപ്പെട്ട നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അരുൺ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇന്നിപ്പോൾ കണ്ണൂരിൽ മഴയുണ്ടോ? ഒപ്പം തന്നെ കാസർഗോഡ് ജില്ലയുടെയും അവസ്ഥ എങ്ങനെയാണെന്ന് പറയും. പ്രവിധ, ഇന്നലത്തെ ഒരു സാഹചര്യം താരതമ്യപ്പെടുത്തിയാൽ മഴയുടെ ശക്തി അല്പം കണ്ണൂർ ജില്ലയിൽ കുറഞ്ഞിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ നിന്ന് അത്തരം വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ അതിതീവ്രമായ മഴയും വലിയ നാശനഷ്ടവും മഴക്കെടുതികളൊക്കെ ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങൾ പലയിടങ്ങളിലും വെള്ളം കയറി, വീടുകളിലൊക്കെ വെള്ളം കയറി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. കണ്ണൂർ നഗരപ്രദേശത്ത് തന്നെ പലയിടങ്ങളിലും അത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നും മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായും ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടില്ല. പുഴകളിലെ ജലനിരപ്പ് കാര്യമായി തന്നെ കുറഞ്ഞിട്ടില്ല. മഴ കുറയുന്നുണ്ടെങ്കിൽ പോലും അത്തരം പുഴകളിലെ ജലനിരപ്പ് കുറഞ്ഞിട്ടില്ല എന്നതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. പ്രധാനമായും ചില സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ജില്ലയിലെ അതായത് അപകട സാധ്യതയുള്ള ചില മേഖലകളുണ്ട്. അവിടെ ജില്ലാ ഭരണകൂടം പ്രത്യേകം തന്നെ ജാഗ്രതാ നിർദ്ദേശം നേരത്തെ നൽകിയതാണ്. മഴ ഇങ്ങനെ തുടർച്ചയായി പെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മണ്ണിടിച്ചിൽ സാധ്യത ആ മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലാണ്. ഈ ചെറുപുഴയിലൊക്കെ ഇന്നലെ അതിശക്തമായ മഴയാണ് പെയ്തത്. അവിടെ വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട 2 പുഴകൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഇപ്പോഴും അതിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നതാണ് പറയുന്നത്. ഇരിട്ടി പേരാവൂർ മേഖലയിലും സമാനമായ സാഹചര്യമാണ്. ഇരിട്ടി പുഴയും കരകവിഞ്ഞൊഴുകുകയാണ്. ഈ പഴശ്ശി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നു തന്നെ കിടക്കുകയാണ്. അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങൾ പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളത്തിലാണ്. അതോടൊപ്പം ഈ പുഴകളിലെ ജലനിരപ്പ് കാര്യമായി തന്നെ ഉയർന്നിട്ടുണ്ട് എന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. മഴക്കെടുതികളാണ് പ്രധാനപ്പെട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പെയ്ത മഴയിൽ ആദ്യഘട്ടത്തിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് മരം വീണും ഒക്കെയാണ് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായതെങ്കിൽ ഇന്നലെ സംഭവിച്ചത് വ്യാപകമായി വെള്ളം കയറുകയാണ്. വിവിധയിടങ്ങളിൽ നിന്ന് അത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. കാസർഗോഡ് ജില്ലയിലും വലിയ മഴക്കെടുതി ഇന്നലെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മഞ്ചേശ്വരം അതിർത്തി മേഖലയിലൊക്കെ അവിടെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അവിടുത്തെ പുഴകളിലും കാര്യമായി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കാസർഗോഡ് ഇന്ന് രാവിലെ പുലർച്ചെ ശക്തമായ മഴയുണ്ട് എന്നതാണ് അവിടുന്ന് ലഭിക്കുന്ന വിവരം. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. അഭിജിത്ത് മുഴക്കുന്നിലേക്ക് കൂടി, കോഴിക്കോട് നിന്നാണ് അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നത്. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ജില്ലയിലെ മഴ സാഹചര്യം അഭിജിത്ത്? ഗുഡ്
ഗുഡ് മോർണിംഗ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. രാവിലെ മുതൽ ഇടവിട്ടുള്ള ശക്തിയായ മഴ അനുഭവപ്പെടുന്നുണ്ട്. നഗരമേഖലകളിലും മലയോര പ്രദേശത്തും സമാനമായ സാഹചര്യമാണുള്ളത്. ഇന്നലെ വലിയ മഴയായിരുന്നു ജില്ലയിൽ. അതിനെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. മരങ്ങൾ പൊട്ടി വീണ് വീടുകൾ തകരുന്ന ഒരു സ്ഥിതിവിശേഷവും ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ടുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നിലനിൽക്കുന്നുണ്ട്. മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയും മരം പൊട്ടി വീഴാനുള്ള സാധ്യതയും ഒക്കെ ഒരു മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ നിലവിൽ ഇതുവരെ 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണുള്ളത്. 130 പേർ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. വിലങ്ങാടാണ് ഏറ്റവും അധികം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ളവരുള്ളത്. 108 പേരോളം അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മാവൂർ, ചാത്തമംഗലം പോലെയുള്ള പ്രദേശങ്ങളിലാണ് ഇങ്ങനെ ഒരു മഴ പെയ്താൽ തന്നെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഈ ഇരവഞ്ഞിപ്പുഴയും പൂനൂർ പുഴയും ഒക്കെ കരകവിഞ്ഞൊഴുകുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് ജാഗ്രതയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കക്കയം ഡാമിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജലനിരപ്പ് ഇനിയും ഉയരുകയാണെങ്കിൽ റെഡ് അലേർട്ടിലേക്ക് പോകേണ്ടി വരും. ജലം തുറന്നുവിടേണ്ട ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാകും. ഏതായാലും നിലവിൽ ഇന്നിപ്പോൾ ഓറഞ്ച് അലേർട്ടാണ്. രാവിലെ മുതൽ വലിയ മഴയില്ല, പക്ഷേ ഇടവിട്ടുള്ള മഴ കോഴിക്കോടിൻ്റെ നഗരപ്രദേശത്തും മലയോര പ്രദേശത്തും അനുഭവപ്പെടുന്നുണ്ട്. ഉന്മേഷ്. അഭിജിത്ത് മുഴക്കുന്നാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.